ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിലുണ്ടായ നാരങ്ങയുണ്ട്, വാങ്ങിച്ച നാരങ്ങയുണ്ട്, 2 സൈസ് നാരങ്ങയാണ്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാതും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്, നനവൊന്നും പാടില്ല. അപ്പോൾ അതങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പകുതി പീസ് കൊണ്ട് 3 പീസായിട്ടാണ്, അങ്ങനെ 6 പീസായിട്ട് എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ കൊണ്ട്. അതുപോലെ ചെറുതായി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളകും പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുണ്ട്. അപ്പോൾ ഒരു വലിയ ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കുറച്ച് സുർക്കയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കുന്നവരെ. അപ്പോൾ അതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണാണ്. 1/2 ടീസ്പൂണ് ഉലുവ, 3/4 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പാണ്. പിന്നെ ഒരു സ്വല്പം പെരിഞ്ജീരകം, 2 ഉണക്കമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കളറ് ഒന്ന് ചെറുതായി മാറിയ ശേഷം ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയ ശേഷം 3 ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് മൂത്ത ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് മൂത്ത ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന നേരത്ത് അത് തീ കുറച്ച് കൊടുക്കണം. അതിന് ശേഷം കാശ്മീരി മുളകും പൊടിയാണ് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേലൊക്കെ എരിവുള്ള കാരണം കൊണ്ടാണ്. പിന്നെ ആ പൊടിച്ച് വെച്ചതും കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ശർക്കര ഉരുക്കിയത് സ്വല്പം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ നന്നായി കുറച്ചിട്ട് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ മുളകൊക്കെ കരിഞ്ഞു പോകും. അതിലിട്ട മസാലകളും ഞാൻ നാരങ്ങ മസാല പുരട്ടി വെച്ചത് ഇട്ട് കൊടുക്കാം. മുളകും ഉപ്പും കായത്തിൻ്റെ പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. മസാലയിൽ ഉപ്പുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ ചട്ടിയിൽ ഇട്ട മസാലയിൽ. അതിന് ശേഷം ആ പാത്രത്തിൽ കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് അതിൻ്റെ മീതെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ്. മുന്നത്തെ വീഡിയോയിൽ നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട്. അത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ ചൂടാറാനായിട്ട് മേശമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതാ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കറിയൊക്കെ നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.